ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കുന്നത് കോമ്പറ്റിറ്റീവ് ഇക്വിലിബ്രിയം അക്രോസ് ലേബർ മാർക്കറ്റ്സ്. ഒരു ഇക്കോണമിയിൽ പലതരത്തിലുള്ള ലേബർ മാർക്കറ്റ് ഉണ്ടാകും. അത് ഒരു ടൈപ്പ് ഓഫ് വർക്കേഴ്സിന് തന്നെ പല തരത്തിലുള്ള ലേബർ മാർക്കറ്റ് ഉണ്ടാകും. ഈ പലതരത്തിലുള്ള ലേബർ മാർക്കറ്റ് എന്ന് പറയുന്നത് അത് ബൈ റീജിയൻ ആവാം, ബൈ ഇൻഡസ്ട്രി ആവാം. ഫോർ എക്സാമ്പിൾ, ഒരു രാജ്യത്തിൻ്റെ ഡിഫറെൻറ്റ് റീജിയനിൽ ഒരു സിമിലർ വർക്കേഴ്സിന് വേണ്ടി ഡിഫറെൻറ്റ് മാർക്കറ്റ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, നോർത്തിൽ ഒരു മാർക്കറ്റ് ഫോർ ലേബർ ഉണ്ടാവാം, സൗത്ത് റീജിയനിൽ ഒരു മാർക്കറ്റ് ഫോർ ലേബർ ഉണ്ടാവും. രണ്ട് വർക്കേഴ്സിനും സിമിലർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആവാം ഉണ്ടാവുക, സിമിലർ ആയിട്ടുള്ള സ്കിൽ സെറ്റ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ദേ ആർ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഈച്ച് അതർ. നോർത്തിലുള്ള വർക്കേഴ്സിനെ പൂർണ്ണമായിട്ടും സൗത്തിലുള്ള വർക്കേഴ്സിനെ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ട് ലേബർ മാർക്കറ്റാണ്. നോർത്തിലും ഒരു ലേബർ മാർക്കറ്റ്, സൗത്തിലും ഒരു ലേബർ മാർക്കറ്റ്. രണ്ട് ലേബർ മാർക്കറ്റിലും വർക്കേഴ്സ് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരാണ്. അതായത് ദേ ആർ പെർഫെക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഈച്ച് അതർ. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഇക്വിലിബ്രിയം സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു ഡയഗ്രം നോക്കുക. ഇത് ലെഫ്റ്റിൽ കാണുന്ന ഡയഗ്രം നോർത്തേൺ ലേബർ മാർക്കറ്റാണ്, റൈറ്റിൽ കാണുന്നത് സദേൺ ലേബർ മാർക്കറ്റാണ്. ഇവിടെ നമുക്കൊരു ഡിമാൻഡ് കർവ് കാണാം. ഡി എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ ലേബർ ഇൻ നോർത്തേൺ മാർക്കറ്റ്. സപ്ലൈ കർവിനെ നമ്മൾ ഫോർ ദ സേക്ക് ഓഫ് സിംപ്ലിസിറ്റി നമ്മൾ ഒരു വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അതായത് വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ ആണ്. സപ്ലൈ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്. ഇവിടെ ഒറിജിനൽ ആയിട്ടുള്ള സപ്ലൈ കർവ് എന്ന് പറയുന്നത് എസ് എൻ ആണ്. എസ് എൻ ഒറിജിനൽ. അത് ഇനിഷ്യൽ ആയിട്ടുള്ള ഡിമാൻഡ് കർവ് ഡി എൻ ആണ്, ഡിമാൻഡ് ഫോർ ലേബർ. ദിസ് ഈസ് ദ സപ്ലൈ ഓഫ് ലേബർ ദാറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് വിച്ച് ഇന്റർസെക്ട്സ് ദ ഡിമാൻഡ് കർവ് അറ്റ് പോയിന്റ് എ. അതനുസരിച്ച് അവിടുത്തെ വേജ് എന്ന് പറയുന്നത്, നോർത്തിലെ വേജ് എന്ന് പറയുന്നത് WN ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എംപ്ലോയ്മെന്റ് ഉണ്ടാവും. ആ വേജിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഒരു എംപ്ലോയ്മെന്റ് ഉണ്ടാവും. ഓക്കെ, ഇനി സൗത്തിലെ സിറ്റുവേഷൻ നോക്കാം. സൗത്തിൽ ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത് DS ആണ്. DS ആണ് അവിടുത്തെ ഡിമാൻഡ് ഫോർ ലേബർ. ഇനിഷ്യൽ സപ്ലൈ എന്ന് പറയുന്നത് SS ആണ് ഇനിഷ്യൽ സപ്ലൈ. സോ ഇനിഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഈ കേസിൽ A ആണ് ഇനിഷ്യൽ ആയിട്ടുള്ള ഇക്വിലിബ്രിയം. അതായത് SS കർവ് DS കർവിനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് A ആണ് ഇനിഷ്യൽ ആയിട്ടുള്ള ഇക്വിലിബ്രിയം പോയിന്റ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടുത്തെ വേജ് എന്ന് പറയുന്നത് WS ആണ്, വേജ് ഇൻ സൗത്ത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഒരു എംപ്ലോയ്മെന്റ് ഉണ്ടാവും. ഇതായിരിക്കും എംപ്ലോയ്മെന്റ്. അതുപോലെ ഇവിടുത്തെ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്, ഇനിഷ്യൽ ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് EN ആണ്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് വേജ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, WN നോർത്തിലെ വേജ് ഈസ് ഹയർ ദാൻ WS. സോ നോർത്തിലെ വേജ് സൗത്തിലെ വേജിനേക്കാൾ ഗ്രേറ്റർ ആണ്. ഒരു കാര്യം മനസ്സിലാക്കണം, രണ്ട് ലേബർ മാർക്കറ്റാണ്. പക്ഷെ ലേബർ മാർക്കറ്റിലുള്ള ലേബറേഴ്സ് പെർഫെക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ആണ്. അതായത് അവരുടെ സ്കില്ലെല്ലാം സിമിലർ ആയിട്ടുള്ള സ്കില്ലാണ്. സോ ദേ ക്യാൻ ബി പെർഫെക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഈച്ച് അതർ. എന്തായിരിക്കും അവിടെ സംഭവിക്കുക? ഒരു കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റാണ്. സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് പോസിബിലിറ്റിയാണ് ഉള്ളത്. ഈ ഡയഗ്രം കാണിക്കുന്നത് ഫസ്റ്റ് പോസിബിലിറ്റിയാണ്. അതായത് സൗത്തിലുള്ള ലേബറേഴ്സ് അവരിവിടുന്ന്, സൗത്തിലുള്ള ലേബറേഴ്സ് ഇവിടെ ഹയർ വേജ് ആണ്, നോർത്തിൽ ഹയർ വേജ് ആണ്. അപ്പോൾ സൗത്തിലുള്ള ലേബറേഴ്സ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലേബറേഴ്സ് ഇവിടേക്ക് മൂവ് ചെയ്യും, നോർത്തിലേക്ക് മൂവ് ചെയ്യും. കാരണം ഇവർ ഇവിടുന്ന് പാക്ക് ചെയ്തുകൊണ്ട് അവർ നോർത്തിലോട്ട് പോവുകയാണ്. കാരണം ഇവിടെ ഹയർ വേജ് ആണ്. ഈ രണ്ട് വേജും നമ്മൾ നോക്കിയാൽ മതി. ഈ വേജ് വളരെ ഹൈ ആണ്, ഇത് വളരെ താഴെയാണ് ഈ വേജ്. അപ്പം ഇവിടുന്ന് ലേബറേഴ്സ് പെർഫെക്റ്റ് മൈഗ്രേഷൻ ആണ് അവിടെ സംഭവിക്കുക, ലേബർ മൈഗ്രേഷൻ. ഇവിടുന്ന് ലേബറേഴ്സ് നോർത്തിലേക്ക് പോകുമ്പോൾ
ഇവിടുത്തെ ലേബർ കർവിന് ഇവിടുത്തെ ലേബർ സപ്ലൈക്ക് എന്താണ് സംഭവിച്ചത്? സപ്ലൈ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, അതായത് സപ്ലൈ ഇവിടെ ഡിക്രീസ് ചെയ്യുന്നു. അതേസമയം ഇവിടുത്തെ സപ്ലൈ എന്ത് സംഭവിക്കുന്നു? സപ്ലൈ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ നോർത്തിൽ ന്യൂ സപ്ലൈ കർവ് എന്ന് പറയുന്നത് S-N ആണ്. സൗത്തിലെ ന്യൂ സപ്ലൈ കർവ് എന്ന് പറയുന്നത് S-S ആണ്. ഇവിടെ സപ്ലൈ കുറയുകയാണ് ചെയ്തത്, കാരണം ഇവിടുന്ന് ലേബറേഴ്സ് ഇവിടുത്തെ ഹയർ വേജ്, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹയർ വേജ് കണ്ടിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ പ്രൊഡക്ഷൻ, ഇവിടുത്തെ സപ്ലൈ, ലേബർ ഓഫ് സപ്ലൈ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അവർ നോർത്തിലേക്ക് പോവുകയും നോർത്തിൽ സപ്ലൈ കൂട്ടുകയും ചെയ്യും. നോർത്തിൽ സപ്ലൈ ഓഫ് ലേബർ കൂടുന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഒരു പുതിയ സപ്ലൈ കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പുതിയ സപ്ലൈ കർവ് വന്നു. ആ പുതിയ സപ്ലൈ കർവ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ബിയിൽ വെച്ചിട്ടാണ്. സോ ദിസ് മൂവ്മെന്റ് വിൽ കണ്ടിന്യൂ അൺടിൽ ദ വേജ് റേറ്റ്സ് ഇൻ ബോത്ത് മാർക്കറ്റ് ആർ ഈക്വൽ. ഇവിടെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയും ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എപ്പോഴാണ് ആ ഒരു ഫ്ലോ ഇല്ലാതാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലെയും വേജ് മാർക്കറ്റ് ഈക്വൽ ആവും. അതായത് ഇവിടെ ദിസ് W സ്റ്റാർ ഈസ് ഈക്വൽ ടു ദ W സ്റ്റാർ. അതായത് W സ്റ്റാർ ഇൻ നോർത്ത് ഈസ് ഈക്വൽ ടു W സ്റ്റാർ ഇൻ സൗത്ത്. അവിടെ നമുക്ക് ഈ ഒരു ഈക്വാളിറ്റി നമുക്ക് ഇവിടെ കാണാനായിട്ട് വരും. അപ്പൊ ഈ ഈക്വാളിറ്റി വരെയും അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ വിൽ ബി എ ഫ്ലോ ഓഫ് ലേബർ ഫ്രം സൗത്ത് ടു നോർത്ത് ടു മേക്ക് ഗെയിൻ ഓഫ് ദിസ് ഹയർ വേജ് റേറ്റ്. രണ്ടും പെർഫെക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ആണ്. അതുകൊണ്ട് ഈ ഒരു ഫ്രീ മൂവ്മെന്റ് ഉണ്ട്, ഒരു മൈഗ്രേഷൻ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മൂവ്മെന്റ് സംഭവിക്കുകയും നോർത്തിലെ വേജ് ഇക്വിലിബ്രിയം വേജ് റേറ്റിലോട്ട് കുറയുകയും സൗത്തിലെ വേജ്, ഇവിടുത്തെ ലേബർ സപ്ലൈ കുറയുന്നതനുസരിച്ച് സൗത്തിലെ വേജ് ഇക്വിലിബ്രിയം വേജ് റേറ്റിലോട്ട് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഫൈനലി ദീസ് ബോത്ത് വേജസ് വിൽ ബി W സ്റ്റാർ വിൽ ബി ഈക്വൽ ഇൻ ബോത്ത് ലേബർ മാർക്കറ്റ്. അപ്പോൾ ഡിഫറെൻറ്റ് ഒരു ഇക്കോണമിയിൽ തന്നെ ഡിഫറെൻറ്റ് ലേബർ മാർക്കറ്റ് ഉണ്ട്. ആ ലേബർ മാർക്കറ്റിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് വേജ് ഡിഫറൻഷ്യൽ ഉണ്ട് എങ്കിൽ that wage differential will be evaporated gradually with the migration of labor from one market to another. ഇത് വൺ പോസിബിലിറ്റി ആണ്. ഇത് വർക്കേഴ്സിന്റെ മൂവ്മെന്റ് ആണ് ഞാൻ പറഞ്ഞത്. വർക്കേഴ്സിന്റെ മൂവ്മെന്റ് പോലെ തന്നെ. അപ്പോൾ ഒന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് വർക്കർ മൂവ്മെന്റ് ആണ്. രണ്ടാമത്തെ പോസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേംസ് മൂവ് ചെയ്യാം. ഫേംസ് അത് ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ നോർത്തിൽ ഹൈ വേജ് റേറ്റ് ആണ്. അപ്പോൾ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എംപ്ലോയറിനെ സംബന്ധിച്ചിടത്തോളം ദിസ് വേജ് റേറ്റ് ഈസ് കോസ്റ്റിംഗ് ദം ഹയർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ അവരെന്താ ചെയ്യാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ അവർ പ്രൊഡക്ഷൻ നിർത്തിക്കൊണ്ട് അവർക്ക് സൗത്തിലേക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ പോസിബിലിറ്റിയിൽ സംഭവിക്കാന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കർവ് ഈ ഡി എൻ എന്ന് പറയുന്ന ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് ഷിഫ്റ്റ് ചെയ്യും, ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും. അതേസമയം DS എന്ന് പറയുന്നത് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും. ഇവിടുത്തെ ഡിമാൻഡ് വർദ്ധിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എംപ്ലോയർ ഇവിടെ ഡിമാൻഡ് കുറച്ചുകൊണ്ട് ഇവിടുന്ന് എംപ്ലോയേഴ്സ് കുറച്ച് പേര് സൗത്തിലേക്ക് പോവുകയാണ്. അവിടെ കുറച്ചും കൂടി ചീപ്പായിട്ടുള്ള ലേബർ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവർ സൗത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ സൗത്തിൽ ഡിമാൻഡ് ഫോർ ലേബർ DS റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, എന്നാൽ ഇവിടുത്തെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു ഇക്വിലിബ്രിയം വേജിലേക്ക് വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ സപ്ലൈ കർവ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് കാണിച്ചതെങ്കിൽ ദ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ക്യാൻ ഓൾസോ ലീഡ് ടു ദിസ് ഇക്വിലിബ്രിയം വേജ്. വർക്കർ മൂവ്മെന്റിൽ നമ്മൾ കണ്ടത് എന്തിന്റെ ഷിഫ്റ്റ് ആയിരുന്നു? ഇതിൽ നമ്മൾ കണ്ടത് സപ്ലൈ കർവിന്റെ ഷിഫ്റ്റ് ആയിരുന്നു. ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവ്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് ആയിരിക്കും. ഇവിടെ നമ്മൾ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് ആയിരിക്കും. ഇവിടെ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും, ഇവിടെ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കൂടി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ടോട്ടൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ആണ് ആ ഏരിയ കാണിക്കുന്നത്.
ഡിമാൻഡ് കർവിന്റെ താഴെയുള്ള ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ആണ് നമ്മൾ പഠിച്ചത്. ഇവിടെ സപ്ലൈ കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയയെ ടോട്ടൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കുറയുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഏരിയനെ വിളിക്കുന്ന പേര് ട്രാപ്പസൈഡ് എന്നാണ്. ഈ ഒരു ഷേപ്പ് ട്രാപ്പസോയിഡ് എന്നാണ്. ട്രാപ്പസോയിഡ്. ഇതാണ് ഇവിടുത്തെ കുറവ് സംഭവിച്ചത്. ഇവിടുന്ന് സപ്ലൈ കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഈ ഷെയ്ഡഡ് ഏരിയയുടെ കുറവാണ് ടോട്ടൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ ഉണ്ടായത്. കാരണം ഇത്രയും മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. എംപ്ലോയ്മെന്റ് ES1ൽ നിന്ന് ES1ലേക്കാണ് കുറഞ്ഞിരിക്കുന്നത് എംപ്ലോയ്മെന്റ്. ഇത്രയുമാണ് അവിടുത്തെ ടോട്ടൽ ഔട്ട്പുട്ടിൽ ഉണ്ടായ കുറവ്. ട്രാപ്പസൈഡ് എന്നാണ് അതിനെ പറയുന്നത്. ഇവിടെ ENൽ നിന്ന് EN1ലേക്ക് എംപ്ലോയ്മെന്റ് കൂടുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് ഇവിടെ ഉണ്ടായ ടോട്ടൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ടിന് ഉണ്ടായ വർധനം എന്ന് പറയുന്നത് ഇത്രയുമാണ്. ഈ ട്രാപ്പസൈഡ് ആണുള്ളത്. നമ്മൾ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് ഈ പോർഷനാണ് ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള പോർഷൻ. അതായത് ഈ ട്രാപ്പസൈഡിന് ഇക്വലന്റ് ആണ് ഇത്. അപ്പൊ ഈ ലോസ്, ഇവിടെയുള്ള ലോസിന് ഇക്വലന്റ് ആയിട്ട് ഈ ഇത്രയും ഷെയ്ഡഡ് ഏരിയയുടെ ഗെയിൻ ഉണ്ട്. അതിന് പുറമെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഗെയിൻ കൂടി കിട്ടുന്നുണ്ട് മൈഗ്രേഷൻ കാരണം. അതായത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ലേബറിനെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു അഡീഷണൽ ആയിട്ടുള്ള ഗെയിൻ ആണ് നമുക്ക് കിട്ടുന്നത്. കാരണം ഈ ഒരു ബ്ലൂ ഷെയ്ഡഡ് ഏരിയ അതിന് ഇക്വലന്റ് ആണ് ഇവിടുത്തെ റെഡ് ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയ. പിന്നെ ഇവിടുന്ന് ഈ മൂവ്മെന്റ് സപ്ലൈ കർവ് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ഇവിടെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ലോസ് ഓഫ് ദ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു ദിസ് ട്രാപ്പസൈഡ്. ബട്ട് ഹിയർ ദ ട്രാപ്പസൈഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദിസ് ഏരിയ. ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ റെഡ് ഷെയ്ഡഡ് ഏരിയ ആണ്. ബാക്കി നമ്മൾ ഈ ഗ്രീൻ ഷെയ്ഡഡ് ഏരിയ ABC ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഗെയിൻ ആണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു ഇൻവിസിബിൾ ഹാൻഡിലൂടെ ഇവിടെ വർക്കേഴ്സ് സെൽഫിഷ് ആയിട്ട് പെരുമാറുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫേംസ് അവർ സെൽഫിഷ് ആയിട്ട് പെരുമാറുകയാണ് ചെയ്യുന്നത്. അവർ ബെറ്റർ ആയിട്ടുള്ള വേജ് നോക്കിയിട്ടാണ് ഈ ഒരു സെൽഫിഷ് ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ ഇക്കോണമിയിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കോണമിയിൽ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് അവിടെ സംഭവിച്ചു. ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് അവിടെ സംഭവിച്ചു. എഫിഷ്യന്റ് അലോക്കേഷൻ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻവിസിബിൾ ഹാൻഡാണ്. ഒരു കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള ഒരു ഇക്കോണമിയിൽ if there is a free migration or free movement of labor and firms, then this wage differential will be corrected eventually and there will be a better gain, better utilization, efficient utilization of labor. So this is the കോമ്പറ്റിറ്റീവ് ഇക്വിലിബ്രിയം അക്രോസ് ലേബർ മാർക്കറ്റ്. നമ്മൾ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഡിഫറെന്റ് ആയിട്ടുള്ള ലേബർ മാർക്കറ്റ് ഉണ്ടാവാം ഒരു ഇക്കോണമിയിൽ, പക്ഷെ അവർ ഡീൽ ചെയ്യുന്ന ലേബർ എന്ന് പറയുന്നത് സിമിലർ ആയിട്ടുള്ള ലേബർ ആവാം. അങ്ങനെയാണെങ്കിൽ ഒരു കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റ് ആണെങ്കിൽ ഈ വേജ് ഡിഫറൻഷ്യൽ കൊണ്ട് ലേബറിന്റെ ഒരു മൈഗ്രേഷൻ ഉണ്ടാവുകയും അൾട്ടിമേറ്റ്ലി അത് ഇക്കോണമിയിൽ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ആയിട്ട് മാറുകയും ചെയ്യും. ഈ വേജ് ഡിഫറൻഷ്യൽ ഇവൻച്വലി ഇല്ലാതാവും, കാരണം മൈഗ്രേഷൻ ചെയ്യുന്നത്. സൗത്തിലാണ് വേജ് കുറവ്, നോർത്തിലാണ് വേജ് കൂടെങ്കിൽ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് ലേബറേഴ്സ് മൂവ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് നോർത്തിൽ സപ്ലൈ കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, സൗത്തിൽ സപ്ലൈ കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇവൻച്വലി രണ്ട് ഇക്കോണമിയിലും വേജ് റേറ്റ് ഈക്വൽ ആവുന്നത് വരെ, W* ഈക്വൽ ടു W* ആവുന്നത് വരെ ഈ ഒരു മൂവ്മെന്റ്, സപ്ലൈയുടെ ലേബർ മൂവ്മെന്റ് സംഭവിക്കും, മൈഗ്രേഷൻ സംഭവിക്കും. ഇനി എന്താണ് അൾട്ടിമേറ്റ്ലി സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്തിലെ ലോസിനേക്കാൾ ഗ്രേറ്റർ ആണ് നോർത്തിലെ ഗെയിൻ. ആ ഗെയിൻ്റെ ഏരിയയാണ് നമ്മൾ ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ കൊണ്ട് കാണിച്ചിരിക്കുന്നത്.
ബാക്കി ഇവിടുത്തെ റെഡ് കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ട്രാപ്പസോയിഡും ഇവിടെ ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ട്രാപ്പസോയിഡും ഈക്വലന്റ് ആണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഒരു ലേബറിന്റെ മൂവ്മെന്റ് മൈഗ്രേഷൻ കൊണ്ട് ഇക്കോണമിയിൽ കൂടുതൽ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാണ്. സോ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഇക്കോണമി ആണെങ്കിൽ then this competitive equilibrium in the labor market ensure that an equilibrium wage rate is determined in the economy as a whole. ഈ കാണിച്ചിരിക്കുന്ന ഡയഗ്രത്തിന്റെ എക്സ്പ്ലനേഷൻസ് ആണ് ഈ ഇത്രയും കൊടുത്തിരിക്കുന്നത്. സോ ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് ദ ഐഡിയ ഓഫ് കോമ്പറ്റിറ്റീവ് equilibrium in different labor market. Thank you.